സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക്. 1946 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി പതിഞ്ഞ വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് അസം. 1946 മുതൽ അസമിൽ 17 മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. അവരിൽ 10 പേർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ളവരായിരുന്നു എന്നതാണ് പ്രത്യേകത. കോൺഗ്രസ് മനോഭാവമുള്ള ഒരൊറ്റ ജനതയായിരുന്നു അസമിൽ. അതിനാൽ തന്നെ വികസനത്തിലൂന്നിയുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് കാഴ്ചവെച്ചത്. സംസ്ഥാന നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വം പിന്തുണച്ചതോടെ നിരവധി മാറ്റങ്ങളാണ് അസമിൽ പ്രകടമായത്. അസമിന്റെ ആദ്യ മുഖ്യമന്ത്രി ഗോപിനാഥ് ബോർഡോലോയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി അൻവാര തൈമൂറും അസമിൽ നിന്നുള്ളതാണ്. 1978 തിരഞ്ഞെടുപ്പിൽ ഗോല ബോർഡോറ ജനതാ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചതോടെ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ തുടർച്ചയായ ഭരണം അവസാനിച്ചു. തുടർന്ന് ബോർഡോറ സംസ്ഥാനത്തെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി. അതിനു മുമ്പ് സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവും ബോർഡോറയായിരുന്നു. പിന്നീടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചു. 2001 2016 ഇടയിൽ 15 വർഷം സേവനമനുഷ്ഠിച്ച കോൺഗ്രസുകാരനായ തരുൺ ഗൊഗോയാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്. പിന്നീട് 2016 ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയായി സർബാനന്ദ സോനോവാൾ മാറി. തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഹിമന്ത ബിശ്വ ശർമ്മ BJPയുടെ മുഖ്യമന്ത്രിയായി. എന്നാലും കോൺഗ്രസ് പ്രതീക്ഷ കൈവിടാതെ കർമ്മ മേഖലയിൽ ഉറച്ചു തന്നെയുണ്ട്. BJPയുടെ പൗരത്വ നിയമ ഭേദഗതി ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്ന് അസമാണ്. ബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ പോലെ തന്നെ നിരവധി കുടിയേറ്റ താമസക്കാരാണ് അസമിലുള്ളത്. ഈ നിയമം ഇവരെ ബാധിക്കുമെന്നതിനാൽ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാണ്. ഇത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. അസമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിലെ സിൽസാക്കോയിൽ നടന്ന വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കൽ നടപടികളും സർക്കാരിനെതിരെ ജനരോക്ഷം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇതും കോൺഗ്രസ് വോട്ടാക്കാനുള്ള ശ്രമത്തിലാണ്. 1979 വടക്കുകിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ ആസാമിൽ രൂപീകരിച്ച ഒരു തീവ്രവാദ സംഘടനയാണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം. ഇന്ത്യൻ സർക്കാർ ഉൾഫയെ നിരോധിക്കുകയും ഗ്രൂപ്പ് ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുവെങ്കിലും സർക്കാരിനെതിരായി നിലനിൽക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിലടക്കം ഉൾഫയുടെ സാന്നിധ്യം സജീവമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഗർഭനിരോധന മാർഗങ്ങൾ വിതരണം ചെയ്യാനുള്ള ഹിമന്ത് സർക്കാരിനെതിരെ ന്യൂനപക്ഷ സമൂഹം പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതും കോൺഗ്രസിന് അനുകൂലമായ ഘടകമാണ്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.